ഹായ്, ഫിക്സ്റ്റെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന മൊബൈൽ സിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റുഡന്റ് സേലത്ത് ഒരു ചിന്നസേലം എന്ന് പറഞ്ഞ സ്ഥലം, തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് കുറച്ച് ടൂൾസ് സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ക്രൗഡൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു ടൈം നമ്മൾ ചൂസ് ചെയ്ത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും പ്രിയങ്കരനായ ഷിയാബായും അതുപോലെ തന്നെ രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ടൂൾസ് വേണം, അതും ഏറ്റവും മികച്ച വിലയിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ടൂൾസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് മൊബൈൽ സിറ്റിയിൽ വന്നതെന്നുള്ള കാര്യം അറിയാലോ. നമുക്ക് തീർച്ചയായും TSP എന്ന് പറഞ്ഞ പാക്കേജോട് കൂടിയാ വേണ്ട. കാരണം വാറണ്ടി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു ടൂൾ എടുത്തുകൊണ്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പറ. അപ്പൊ രഞ്ജിത്ത്, എനിക്ക് ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ഒരു സർവീസ് സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധപ്പെട്ട ടൂളെല്ലാം വേണം. ഞാൻ ഓൾറെഡി എല്ലാ ടൂൾസും വേണം. എൻ്റെ അടുത്ത് ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. അത് പ്രകാരം എനിക്ക് പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് വേണ്ടത് മൈക്രോസ്കോപ്പ് ആണ്. മൈക്രോസ്കോപ്പ് ഉണ്ടാവൂലേ? ഉണ്ട്. ഓക്കെ, പറ രഞ്ജിത്ത. നമുക്ക് ഇതെല്ലാം മൈക്രോസ്കോപ്പ് ഓരോ ബ്രാൻഡിൽ വരുന്ന മൈക്രോസ്കോപ്പ് ആണ്. യെസ്, എല്ലാം പല ബ്രാൻഡാണ്. അതിനനുസരിച്ച് ലെൻസും ഫോക്കസ് ലെങ്ത് കാര്യങ്ങളെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ലെങ്ത് ആയാലും പിന്നെ അഡീഷണൽ ലൈറ്റ് വരുന്ന മോഡൽസ് ഉണ്ട്. ലൈറ്റ് അഡീഷണൽ ഫിറ്റ് ചെയ്യാം, ക്യാമറ ഫിറ്റ് ചെയ്യാം, അങ്ങനെ വെറൈറ്റി മോഡൽസ് മൈക്രോസ്കോപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ക്യാമറ ഓപ്ഷനും കൂടി ഉള്ളതാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്റെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാല് മെക്കാനിക് യൂസ് ചെയ്തിട്ടുണ്ട്, RF. കാരണം ഇത് നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആണ്. അവനൊരു വേർത്തായിട്ടുള്ള ബിയോക്സിന്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. രണ്ട് മോഡൽ ഉണ്ട് ബിയോക്സിന്റെ. ഒന്ന് ഇതുണ്ട്, ഇത് നല്ല വലിയ സ്റ്റാൻഡേർഡ് വിത്ത് റബ്ബർ മാറ്റ് വരുന്ന ബേസ് വളരെ വലുതാണ്. ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വരുന്നത് അറിയോ? ഇതിപ്പോ എക്സാമ്പിൾ വരുന്നുണ്ടോ, ഇതിന്റെ ബേസ് കണ്ടോ? ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷെ ആ സമയത്ത് ഇതിന്റെ ബേസ് എന്നുണ്ടെങ്കിൽ ഇത്ര ഉണ്ട്. അപ്പൊ നമുക്ക് സോൾഡറിംഗ് ആണും ബ്ലോവർ ഒക്കെ ഫിറ്റ്, ഒരു IC റിമൂവ് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ മൈക്രോ വർക്കിങ്ങിനൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇത് റബ്ബറാണ്, ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റാണ്. സെപ്പറേറ്റ് മാറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ആ സെയിം ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അഡീഷണൽ ഇതിന്റെ കൂടെ ലെൻസ്, ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. ഞാനിത് ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല, ബിയോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. തീർച്ചയായും നമ്മള് മലയാളി ടെക്നീഷ്യന്മാർക്ക്, അതുകൊണ്ട് മലയാളി എന്ന് പറയാൻ കഴിയില്ല, ദുബായിലായിക്കോട്ടെ മറ്റ് ഇന്റർനാഷണലി ബിയോക്സ് എന്നൊരു ബ്രാൻഡ് വന്നിട്ട് മുകളിലാണ് നിൽക്കുന്നത്. കാരണം നമ്മളൊക്കെ അതിന്റെ കോംബോ യൂസ് ചെയ്ത് ബിയോക്സ് എന്ന ബ്രാൻഡിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിന് ഇരിക്കട്ടെ ഒരു റെസ്പെക്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത് സെലക്ട് ചെയ്യുന്നത്. ഈ റബ്ബറിന്റെ മാറ്റ് അല്ലാതെ ഉള്ളൂ, പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിനും സെയിം ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. മാറ്റാണ്. അപ്പൊ അതല്ല മാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാ ബേസ് കൂടുതൽ ഒരു ടെക്നീഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് ഉള്ള സ്പേസ് ആണ്. യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല യൂസ്ഫുൾ ആണ്. അല്ല, ഇതിന്റെ കൂടെ മാറ്റ് അവൈലബിൾ ആണ്. അല്ല, ഇതിന് അപ്പൊ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒന്നും കോമൺ ഒന്നും സൂട്ട് ആവില്ല. കാരണം ഈ മാറ്റിലാണ് ഇതിന്റെ ഈ സ്റ്റെം ഫിറ്റ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ഓപ്ഷൻ ഇതിനില്ല. അത് ആ ഒരു വ്യത്യാസമുള്ളൂ ഇത് രണ്ടും തമ്മിൽ. ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് ബിയോക്സിന്റെ മൈക്രോസ്കോപ്പ് ഫിക്സ് ആയി. ഓക്കെ, ഇത് സെറ്റ് ആക്കാം. അപ്പൊ അതോടൊപ്പം എനിക്കിനി വേണ്ടത് പറഞ്ഞാൽ ഇതിന് സൂട്ട് ആവുന്ന ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ യൂസ് ചെയ്യുന്നത് നല്ല യൂസ് ആണ്. കാരണം ടെക്നീഷ്യന്മാർക്ക് നമുക്ക് ആ സ്ക്രീനിലും കൂടി കാണുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട്. ക്യാമറ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, 2K 4K ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 4K എനിക്ക് മെക്കാനിക് ഇവിടെ അവൈലബിൾ ആവും. എല്ലാം നമുക്ക് ഓരോ ബ്രാൻഡിലും എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. മെക്കാനിക് ഉണ്ട്. ഇത് മെക്കാനിക്കാ? അതെ. മെക്കാനിക് 4K വരുന്ന ക്യാമറയാണ്. 4K തീർച്ചയായും 4K ആണ്. നമ്മള് പ്രഷർ കണ്ടാൽ മനസ്സിലാവും, ഔട്ട്പുട്ട് 4K കാണിക്കുന്നുണ്ട്. ഓക്കെ, 4K ആകുമ്പോൾ ഈ ക്ലാരിറ്റിയിൽ ഈ 2K എന്തിനാണ് 4K എന്തിനാണെന്നുള്ള ചോദ്യം പലർക്കും വരാറുണ്ട്. ഇപ്പൊ നിങ്ങള് എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ടാ 4K ചൂസ് ചെയ്യുന്നത്, നമുക്ക് സ്ക്രീനിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാനും ക്ലാരിറ്റി വൈസ് കാണാനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ വർക്കിനെ എൻജോയ് ചെയ്ത് ചെയ്യുക. അതായത് നിങ്ങളെ വർക്ക് ഇപ്പൊ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ വരുന്ന ക്യാമറ വെച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നത് മാത്രമല്ല, നിങ്ങളെ തന്നെ ഓട്ടോമാറ്റിക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലെവലിലെത്തും. അപ്പൊ എപ്പോഴും ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് അഡ്വാൻസ് ഫീച്ചർ ഉള്ള ഇവര് 4K ലെവലിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത വർക്കുകൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലെല്ലാം ആക്കി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ട്രെൻഡും കൂടിയാണ്. തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്നെ ക്യാമറ മാത്രമല്ല എല്ലാ ടൂൾസും അഡ്വാൻസ് ലെവലിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും
വർക്കിനെ ഈസി ആക്കാൻ കൂടി അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കാൻ വിട്ടു, നമുക്ക് ഇതിന് TSP പാക്കേജ് കൊടുക്കാൻ തീർച്ചയായും. അതെ അതെ, ഓക്കെ. നമുക്ക് ഇതിന് 1 year വാറണ്ടി എടുക്കാം. 1 year വാറണ്ടി. ഇതിലെന്താ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ TSP പ്ലാനിനെ കുറിച്ച് ചിലവർ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ മറ്റു വീഡിയോയിൽ, ഈ ചാനലിലെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് TSP പാക്കേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മളൊരു ടൂൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രയാസമാണ് പ്രത്യേകിച്ച് ക്യാമറക്ക് എന്തായാലും ഒരു എമൗണ്ട് വരും. ഈ ഒരു എമൗണ്ട് നമ്മൾ ഈ ക്യാമറയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിത് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ കേരളത്തിലെ സാഹചര്യമുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വാറണ്ടി അവൈലബിൾ അല്ല. മൊബൈൽ സിറ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ? എവിടെയൊക്കെയാ ബ്രാഞ്ചുകൾ വരുന്നത്? കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോട്, തലശ്ശേരി, ബത്തേരി, മാനന്തവാടി, കോഴിക്കോട്, അപ്പൊ ഇതാ നിങ്ങളെ സ്ഥലം എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വിത്ത് വാറന്റിയോട് കൂടി. ഇത് ഏറ്റവും പറഞ്ഞാൽ ഏതൊരു ടെക്നീഷ്യനും ആശ്വാസമാകുന്ന കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നുണ്ട് പേസ്റ്റിംഗ് വാറണ്ടി നിർത്തിയ ഈ ഒരു സാഹചര്യത്തിൽ. കാരണം പേസ്റ്റിംഗ് വാറണ്ടി ഇപ്പൊ പലയിടത്തും ഇല്ല. അപ്പൊ തന്നെ നമ്മൾ ടെക്നീഷ്യന്മാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം വാറന്റികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കൃത്യമായി ഉപയോഗിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എനിക്ക് ഈ മെക്കാനിക്കിന്റെ 4K ക്യാമറ മതി. അടുത്തത് എന്റെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് എന്റെ പോലെ ഈ നമ്മള് ലെവൽ 4 ലെവലിലുള്ള സർവീസ് സെന്ററിനുള്ള ലിസ്റ്റ് ആണ്. അതെ 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 അതെ. അപ്പൊ പറഞ്ഞാല് ഈ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു സർവീസ് സെന്റർ തുടങ്ങേണ്ടതായിട്ട് ബന്ധപ്പെട്ടുള്ള ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റ് എനിക്ക് തന്നത് വന്നിട്ട് ഫിക്സ്റ്റെക്കിന്റെ ടീം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫിക്സ്റ്റെക്കിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരു സർവീസ് സെന്റർ ലെവൽ 4 ലെവൽ 3 കുറച്ച് ചെറിയ ലെവലാണെങ്കിൽ ഇത്ര അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വേണ്ടി വരും. അപ്പൊ ഇവരുടെ തന്നെയുള്ള ലിസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാല്, ഒരു സർവീസ് സെന്റർ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങണം, ഇവർക്ക് ആർക്കും അറിയാത്ത ഒരു ഏറ്റവും വലിയ പോയിന്റ് ആണ് എന്ത് പർച്ചേസ്, എന്തെല്ലാം വേണം, എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. അതാണ് അത് ആദ്യം അവർ ഏത് ലെവലിലെ സർവീസ് സെന്റർ എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ബോധപ്പെടും. അല്ലാതെ നമ്മള് വെറുതെ വാങ്ങി എല്ലാം വലിയ ഹൈ ലെവൽ ബ്ലോർ ഒക്കെ വാങ്ങി വെച്ചിട്ട് ചെറിയ ചാർജിങ് കൺട്രോൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളാ ഞാൻ പറയാം ഏത് സ്ഥാപനമായാലും ഇപ്പൊ എവിടെയായാലും നിങ്ങൾ ആ സെയിൽസ്മാൻമാര് സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്ലാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ എടുത്തിട്ട് വന്നത് നിങ്ങൾ. പക്ഷെ ഇങ്ങനെ ഫിക്സ്റ്റൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും ഇത്തരം കാര്യങ്ങൾ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഏതൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഈ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ സാധനങ്ങൾ നിങ്ങൾക്ക് തരും ചെയ്യും. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ആവുകയും ചെയ്യും. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരമാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ടൂളിൽ നിന്ന് നേരെ അടുത്ത വരുന്ന ഏതെന്ന് പറഞ്ഞാല് നെക്സ്റ്റ് പ്ലെയർ ആണ്. ടൂൾസ് നേരെ അല്ല, സോറി പ്ലെയർ അല്ല, അയ്യോ ബ്ലോവർ ആണ്. ബ്ലോവർ ഉണ്ട്. ബ്ലോവർ എന്ന് പറയുമ്പോൾ ഒരുപാട് മോഡൽസ് ബ്ലോവർ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്ന എല്ലാം ബ്ലോവേഴ്സ് ആണ്. ഇത് മുകളിലുണ്ട്. നമുക്ക് പിന്നെ ഇത് ക്യുക്കിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് മോഡൽ വരുന്ന 2 മോഡലുണ്ട്. ഇത് വേറെ ക്യുക്കിന്റെ കുറച്ച് കുറഞ്ഞത് വരുന്നത് MR. ക്യുക്കിന്റെ തന്നെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. 8610W അതുണ്ട്. പിന്നെ ഇതാ കാടാന്ന് പറഞ്ഞാൽ ഇതൊരു സോൾഡറിംഗ് ആണ് ബ്ലോറും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ബ്ലോറാണ്. അതെ, നല്ല സാധനമാണ്. അത് 2018D+ എന്ന മോഡല്. ഇത് നമുക്ക് ഹീറ്ററും എയറും എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പക്ക കിട്ടുന്നുണ്ട്. എന്നാ പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇതേതാ ബ്രാൻഡ്? ഇത് ഇഹുവ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. അതെ, ഇതും ബ്ലോവർ നല്ല ചെറിയ പ്രൈസ് റേഞ്ചിന് നോക്കുകയാണെങ്കിൽ. അപ്പോ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് എല്ലാവരും ഐഫിക്സിനെ ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് എടുക്കാം. ഇന്ന മോഡൽ ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ ഐഫിക്സ് ഉണ്ട്. രഞ്ജിത്ത് ഇതൊരു ഐഫിക്സിന്റെ ബ്ലോവറിനെ പറ്റി പറഞ്ഞില്ല. നമ്മളൊരു ബ്ലോവറിന്റെ സെക്ഷൻ പറയുമ്പോ ഏതെല്ലാം ബ്രാൻഡുകൾ ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആ ആളുടെ ഇപ്പൊ പറഞ്ഞല്ലോ ലെവൽ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതും കറക്റ്റ് യൂസ് ആവുന്നതും നമുക്ക് ആ ലെവലിൽ എടുക്കാം. ഇനി കുറച്ച് പ്രൈസ് റേഞ്ച് താന്ന് ഇപ്പൊ ഇതുപോലെ ഇഹുവ എന്ന് പറഞ്ഞ മോഡലാണ്. അതുപോലെ തന്നെ MR ഉണ്ട്. അങ്ങനെ വേറെ ബ്രാൻഡ് വരുമ്പോൾ ഏത് കൺസെപ്റ്റ് ഉള്ളവർക്കും ഉണ്ട്. 86DW വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ലോ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള സാധനവും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺടെക്കിന്റെ ഈ 9 വർഷത്തെ ജൈത്രയാത്രയിൽ ഞങ്ങളെ ഒരു നല്ല ശതമാനം പർച്ചേസും ഞങ്ങൾ ചെയ്യുന്നത് ഐഫിക്സ് ആണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ചിന്തിക്കുന്നതാണ്, ചിലപ്പോൾ ഇവിടെ പ്രൈസിന് വേണ്ടിയിട്ടല്ല എൻക്വയറി എല്ലാം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ പ്രൈസാണ്. എന്റെ പേരിൽ ഐഫിക്സിനെ ഞാനിത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. കാരണം ഇവിടെ സർവീസ് സെന്ററുകാർക്ക് ക്വാണ്ടിറ്റി പർച്ചേസുകാർക്ക് ഒരു റേറ്റ് ഉണ്ട്,
അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് അവർക്ക് ഒരു റേറ്റ് ഉണ്ട്. അതൊരു പ്രീമിയം കാറ്റഗറി റേറ്റ് ആണ്. അതൊരിക്കലും നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്ന സിംഗിൾ പ്രൈസ് റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പ്രൈസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഉണ്ട്. പ്രൈസ് കേൾക്കുന്നതിൽ കൂടെ വേറെ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ പ്രൈസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ഐറ്റത്തിന്റെ പ്രൈസ് പോകും. പക്ഷെ ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇത് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ ആൾക്കൊരു കോൺഫിഡൻസ് വരാണ്ട് ഇത്ര പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രൊഡക്റ്റാണ് ലൈവായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുകൾ വരും. ഫോൺ വഴി വിളിക്കുമ്പോൾ ചിലപ്പോൾ 1-2 പ്രൈസ് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഞാൻ തുടക്കത്തില് ഞാനിത് ഫസ്റ്റ് എനിക്ക് ഒരു വിയോജിപ്പുള്ള കാരണം വിളിച്ചു വെച്ചാൽ തന്നെ ഒരു പ്രൈസ് പറയും. ഞാൻ അത് വേറെ ഇടത്തും പ്രൈസ് എടുക്കുമ്പോൾ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴാണോ എനിക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് വേണം അല്ലെ എനിക്ക് ഇത്ര സാധനം നിങ്ങൾക്ക് അറിയാം ഫോൺടെക്കിൽ യൂസ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി ടൂൾസുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല പ്രൈസ് ഇവർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പർച്ചേസ് ഒക്കെ നമ്മൾ ഐഫിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെ മൊബൈൽ സീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നടത്തുന്നത്. അപ്പൊ രഞ്ജിത്തെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സുഖോണ്ടതാണ് വേണ്ടത്. കാരണം സുഖോണ്ടത് ഞങ്ങൾ അവിടെ സർവീസ് മെയിൻ ടെക്നീഷ്യൻ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. അപ്പൊ സുഖോണ്ട് 9630 ഇതാണ് ലെഡ് ഫ്രീ വരുന്ന ഫ്ലോർ ആണ്. ഇത് ഒരു അത്യാവശ്യം നല്ല ഫീച്ചർ ഉള്ള സാധനമാണ്. ഇതിൽ സോൾഡറിംഗ് ആണ്. ഇതിൽ തന്നെ നമുക്ക് അഡ്വാൻസ് ഫീച്ചർ ആണ് ഇത്. ഓക്കെ ഞാൻ അതിൽ സോൾഡറിംഗ് ആണ് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ബ്ലോവർ നല്ല അത്യാവശ്യം ഫീച്ചർ ഉള്ള ഒരു സാധനമാണ്. ഇത് മാത്രമല്ല വേറെ ഇപ്പൊ ഞാൻ പറയല്ല ഞാൻ അങ്ങനെ ഒരു ടൂള് ചൂസ് ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ ഈ കുട്ടികളെ ഫീഡ്ബാക്ക് എടുക്കും. കുട്ടികൾ ഈ പലതും വാങ്ങിച്ചു പോയി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക ഏതാണ് നല്ലത് ഏതെടുക്കണം എന്നെല്ലാം മറ്റു പറയും. ചിലവര് ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില സർവീസ് സെന്ററിൽ പോകുമ്പോൾ 86DW അല്ലെ 861DW കണ്ടിട്ട് ഇത് ഉണ്ടായാലേ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നവരുണ്ട്. അതായത് അത് വന്നിട്ട് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സർവീസ് സെന്ററിൽ പോയാൽ മെയിൻ ടെക്നീഷ്യൻ ഉപയോഗിക്കുന്ന ടൂൾ ചെയ്ത് നോക്കും. അത് നോട്ട് ചെയ്ത് നോക്കും. അത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്ന ഏത് ബ്ലോവറും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുഗോണും ഈ ക്യുക്കൽ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പേര് മാത്രമേ മാറുന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ബ്ലോവർ എനിക്ക് ഇത് ഫിക്സ് ആക്കാം സുഖമുണ്ട്. അപ്പൊ അടുത്ത ലിസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നേരെ പ്ലെയറിലേക്കാ വന്നത്. പ്ലെയറിലേക്കാ വന്ന ടൂൾസ് അല്ല. അപ്പൊ പ്ലെയർ എവിടെയാണ്? അപ്പുറത്തെ സൈഡാ. ഓക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ തിരക്കൊന്നും ഇല്ലാത്തത് നന്നായി. സമയം നമ്മൾ ചൂസ് ചെയ്തത് നല്ല ടൈമാ. ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വലിയ ഷോറൂമാണ്. ഇവിടെ എന്റെ ഇപ്പൊ ആക്സറീസിന്റെ ഒരു വിപുലമായുള്ള ഒരു ശേഖരണമാണ്. നിങ്ങൾക്ക് ആക്സറീസ് ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും അത് പല ബ്രാൻഡിലും. അത് എനിക്ക് ഏറ്റവും ഫേവർ ആയിട്ടുള്ള ബ്രാൻഡ് ഞാൻ ഈ പറഞ്ഞ മൊബൈൽ ആക്സറീസ് ബ്രാൻഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയം കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ബിയോക്സ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഫോൺടെക് ബിയോക്സിന്റെ ഒരു ഫാനാണ്. ഈ ഒരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഐഫിക്സിലേക്ക് ഫോൺടെക്കിനെ അടുപ്പിച്ചത്. ഓക്കെ പ്ലെയർ അല്ലേ പറഞ്ഞത്? പ്ലെയർ ആണ് പറഞ്ഞത്. പ്ലെയർ എന്ന് പറയുമ്പോ നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ എന്റെ രഞ്ജിത്ത് ഇതൊരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലോ. ഇഷ്ടം മോഡൽ ഏത് ബ്രാൻഡ് അതും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വേറെ ബ്രാൻഡുകൾ വരുന്നുണ്ട്. യൂസിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. നോസ് പ്ലെയർ ആണെങ്കിൽ അങ്ങനെ, അതല്ല കട്ടർ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ, പ്ലെയർ അങ്ങനെ ഓരോ ടൈപ്പും വരുന്നുണ്ട്. ഓക്കെ എന്തായാലും ഇതൊന്ന് വേണം. അതുപോലെ തന്നെ ബാക്കുന്റെ ഇതും ഒന്ന് വേണം. ഈ രണ്ട് സാധനം മതി പ്ലെയറിൽ. ഓക്കെ ഇതൊന്നും എടുത്തോ. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പായി, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ക്യാമറയായി, ബ്ലോവറായി, ഇനി പ്ലെയറായി. ഇനി അടുത്തത് വരുന്നത് 6 പോർട്ട് ചാർജർ. ഓക്കെ അവിടെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. ഞാൻ ആ ലിസ്റ്റ് പ്രകാരം എടുക്കുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് അറിയാലോ. ശരിക്കും നമുക്ക് ഐഫിക്സ് അല്ലെ മൊബൈൽ സിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം പൗച്ചുകളുടെ ഒരു ശേഖരണം. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കേരളത്തിലുള്ളവരെല്ലാം കണ്ട ഹോൾസെയിൽ കാറ്റഗറി അങ്ങനെ പറഞ്ഞാൽ ഒരു സെഗ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയാണ്. ചിലവർ കോംബോ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ചിലവർ ആക്സറീസ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ പൗച്ചും ഗ്ലാസും മാത്രം ഫോക്കസ് ചെയ്യുന്ന പല കാറ്റഗറി ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ മൊബൈൽ സിറ്റി അല്ലെ ഇപ്പോൾ കേരളത്തിലുള്ള ഇത്രയും അധികം ബ്രാഞ്ചിൽ ഞങ്ങൾ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എല്ലാ സെഗ്മെന്റിലും ഒരു ഫുൾ ഓപ്ഷൻ ആണ്. ഒരു ലാസ്റ്റ് വരെ. കാരണം ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ എന്റെ ഇപ്പൊ ഈ ഒരു കളക്ഷൻ അല്ല. കാരണം ഇവരെ സ്റ്റോർ ഞാൻ വേറെയും കണ്ട, ഇവരെ ഹെഡ് ഓഫീസിൽ കണ്ടാണ്. പൂരിതപ്പെട്ട എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളെ എവിടെയാണോ നിങ്ങളെ സ്ഥലത്ത് ആ ഒരു ബ്രാഞ്ചിൽ അവർ അവൈലബിൾ ആക്കും. ആ ഒരു വലിയൊരു പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ വന്ന് ഇനിയിപ്പോ എന്റെ ലിസ്റ്റിൽ ഏതെങ്കിലും കിട്ടാതെ വന്നാലും എനിക്ക് എന്ത് ചെയ്യാം, ഇവരോട് പറഞ്ഞാൽ ഇവര് വിത്തിൻ ഡേയ്സ് കൊണ്ട് തന്നെ എനിക്ക് അത് അറേഞ്ച് ചെയ്ത് തരും വിത്ത് വാറണ്ടിയിൽ. ഓക്കെ 6 പോർട്ട് ചാർജർ എന്ന് പറഞ്ഞതില് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ അപ്പൊ ഇതിലും സൺഷൈൻ ഉണ്ട്, ലൈഫ്, മെക്കാനിക്, അതുപോലെ തന്നെ 6 അല്ലാണ്ട് 30 ആണെങ്കിലും
നമുക്ക് പോർട്ട് 6 നിൽക്കണ്ട. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ 30 പോർട്ട് ഉണ്ട്. അതെ, ഇത് എത്രയാണ്? അത് 40. 40 ഇതൊന്ന് തുറന്നു കാണിക്കാൻ പറ്റും നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ? അതേപോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആണെങ്കിൽ ഇത് ഇനി 40 എടുക്കുന്നതായിരിക്കും ഗുണം ചെയ്യാം, എല്ലാവർക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് ഫാനാണ്, ഫാനെല്ലാം വരുന്നുണ്ട്. അപ്പോ ഹീറ്റ് ആവുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. അതായത് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. ഓക്കെ, എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആവും. എന്റെ പേരിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സർവീസ് സെന്ററുകളിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കൂടുതൽ ആൾക്കാർ നമുക്ക് ഈ 6 പോർട്ട് നോട്ട് തന്നെ ആയിരിക്കും എടുക്കുക. സൺഷൈൻ്റെതാണ് സൺഷൈൻ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സൺഷൈനാണ്. പക്ഷെ ഞങ്ങൾ ഇത് കുറെ എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഇതൊന്നും മതി അല്ലെ? തീർച്ചയായും നമ്മൾ അടുത്ത പർച്ചേസ് ഉൾപ്പെടുത്തും. പക്ഷെ അവനിക്ക് എനിക്ക് തോന്നുന്നു ഇത് മതി എന്നാണ്. ഓക്കെ, അപ്പോ അടുത്ത ഒരു ഇത് എന്റെ പേരിൽ ഇത് സെലക്ട് ചെയ്യാൻ എന്റെ പേരിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ 6 പോർട്ട് ചാർജറിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെക്കാനിക് ആണെങ്കിൽ മെക്കാനിക്, റിയൽ ലൈഫ് ആണെങ്കിൽ റിയൽ ലൈഫ്, സൺഷൈൻ ആണെങ്കിൽ സൺഷൈൻ. ഇപ്പൊ ഞാൻ പറയാം സൺഷൈൻ്റെ ചിലവർക്ക് ഇതൊരു ചിലവർക്ക് അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസ് തന്നെ ചിലവർ ഇത് ചിലത് കംപ്ലൈന്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ കംപ്ലൈന്റ് ഉള്ള ഐറ്റം ഒന്നും അല്ല അല്ലെ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ആപ്റ്റ് ആയതുകൊണ്ടാണ് ഇതെടുക്കുക. ഇനി ചിലവർക്ക് വന്നിട്ട് ഇത് അയ്യോ എന്റെ മോശമാണെന്നൊന്നും ആർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വേണ്ട. ചില പ്രൊഡക്റ്റ് ചില ഈ സീരീസിലെല്ലാം വരുന്ന പ്രശ്നങ്ങൾ 1-2 പ്രൊഡക്റ്റിൽ ഉണ്ടായി. പക്ഷെ ഇത് എല്ലാത്തിലും ഇല്ല. ഇത് ഞങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു തോന്നലുണ്ടാവും ഇത് സൺഷൈന്റെ കമ്പനിന്റെ അടുത്ത് പൈസ മേടിച്ച് പറയുന്നത്. അങ്ങനത്തെ ഒരു ചിന്തയും നമുക്ക് പൈസ തരുമോ? തരൂല. കിടക്കുന്ന കമ്പനിയല്ലേ? തീർച്ചയായിട്ടും അല്ല, അതുപോലെ നിങ്ങൾ വെച്ചോളൂ, ഇതൊന്ന് പാക്ക് ചെയ്തോട്ടോ. അപ്പൊ അതുപോലെ ഈ നമ്മള് ബിയോക്സിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും വരില്ലേ? ഇൻ ഫ്യൂച്ചറിൽ വരും. നിലവില് ഇത്തരം ഐറ്റംസ് ഒന്നും ഞങ്ങൾ അല്ല ഈ പറഞ്ഞ ബിയോക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒരു പേര് നമ്മൾ എവിടെ കണ്ടാലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പറയുന്നതാണ്. കാരണം ക്വാളിറ്റി, ബ്രാൻഡിന്റെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു എല്ലാവർക്കും. കാരണം അതെന്ത് തന്നെ ആയാലും ഒരു ടെക്നീഷ്യനും ബിയോക്സിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് അത്രയും അറിയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഈ പറഞ്ഞ പേസ്റ്റിംഗ് വാറണ്ടി നിർത്തിയ സാഹചര്യത്തിൽ നമ്മളിപ്പോ ഭൂരിഭാഗം ടെക്നീഷ്യൻ നമ്മളെ എത്രയോ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സേഫ് സോൺ എന്ന് പറയുന്നത് തീർച്ചയായും ബിയോക്സിന്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു സംശയമില്ല. കാരണം നമ്മൾ ഇപ്പം പോയി ഏതെങ്കിലും അതർ ബ്രാൻഡ് ഡിസ്പ്ലേ എടുത്ത് അത് തിരിച്ചു വന്നാൽ നമ്മൾ പെട്ട്. കാരണം നമ്മൾ മേടിച്ച സർവീസ് ചാർജ് അതിനേക്കാളും നഷ്ടത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബിയോക്സിന്റെ ഡിസ്പ്ലേ. കാരണം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ യൂസ് ചെയ്താൽ തലവേനയില്ല, റിട്ടേൺ കുറയും, നമുക്കത് വേണ്ട സപ്പോർട്ട് എന്റെ അതിൽ തരുന്നുണ്ട്. അത്യാവശ്യം ചെക്കിംഗ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേസ്റ്റിംഗ് വാറണ്ടി ഇല്ലാണ്ടുള്ളൂ, പക്ഷെ ഇതുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ടെക്നീഷ്യന്മാര് ബുദ്ധിപരമായിട്ട് നീങ്ങാ. നിങ്ങള് നമുക്ക് ഏറ്റവും ഇതുവരെ നമ്മളെ തിരിച്ച് വളരെ റിട്ടേൺ, ഇപ്പൊ എനിക്കെല്ലാം എന്ന് പറഞ്ഞാൽ റിട്ടേൺ 0% വേണേൽ പറയാം. അത്രയും അധികം ചെയ്തതാണ് ഞാൻ ഈ ബിയോക്സിന്റെ ബിയോക്സിന്റെ ഫാൻ എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ബിയോക്സ് മാത്രം, ബിയോക്സ് ഇല്ലെങ്കിൽ സാധനം വേണ്ടെന്ന് പറയുന്നത്. യെസ് ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, ഈ ലിസ്റ്റ് ഇങ്ങനെ ഫോണിലായുണ്ട്. ഇത് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പൊ താഴെ മെൻഷൻ ചെയ്യാം. രഞ്ജിത്തിന്റെ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാം. രഞ്ജിത്തിനെ ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് തരും. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യണമെന്നില്ല. അതല്ല, ലിസ്റ്റ് തരാം. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യാം. ആ ലിസ്റ്റിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ടൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രഞ്ജിത്തെ അത് ലെവൽ 4, 3 അങ്ങനെ ഏത് വേണമെങ്കിലും. അടുത്തെന്ന് പറഞ്ഞാല് PPD ആണ്. PPD ഇഷ്ടം പോലെ ഉണ്ട് വരും. ഓക്കെ, വീണ്ടും നമ്മൾ അങ്ങോട്ട് നടക്കണം അല്ലേ? അതെ. ഇത് സംഭവം കുറച്ച് വലിയ ഷോറൂം ആയതുകൊണ്ട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇത് 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എനിക്ക് കേരളത്തിലെ തന്നെ വലിയൊരു അല്ല, ഞാനും ഇതുവരെ എവിടെയും കേട്ടില്ല ഈ പറഞ്ഞ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സെന്റർ എന്റെ കേരളത്തിൽ ഉണ്ടോന്നല്ല. ഇനി ഉണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കമന്റിൽ വന്ന് പറയാം. എന്റെ ഇത്രയും വലിയ ഷോറൂം എന്തായാലും ഈ ഹോൾസെയിൽ മേഖല മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ടൂൾസിന്റെ ഒരു സെക്ടറിൽ വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. PPD PPD തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ഹീറ്റിംഗിന്റെ 183 ആണ് എനിക്ക് വേണ്ടത്. 183 ആണ് അവര് പറഞ്ഞത്. ബാക്കി ഇതേതാണ് വരുന്നത്? റിലൈഫിന്റെ വരുന്നത്. ഇത് ടൂളിന്റെ മെക്കാനിക്. ഞങ്ങൾ അവിടെ മെക്കാനിക് ആണ് യൂസ് ചെയ്യുന്നത്. ഈ PPDന്റെ കാര്യത്തിലും പലർക്കും ആശങ്ക ഉണ്ടാകലുണ്ട്. PPDന്റെ എന്താന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലത്, അതാണ് നല്ലത്, കൈസിയുടെ PPD ആണ് നല്ലത്. പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. PPD അത് കഴിഞ്ഞില്ല. PPD വേറെയും മോഡലുകളുണ്ട്.
183 അല്ലേ പറഞ്ഞത്? 183 ലൈഫിന്റെ വരുന്നുണ്ട്, റിയൽ ലൈഫ് വരുന്നുണ്ട് അല്ലേ? അതെ. പിന്നെ 227 ഡിഗ്രി വരെ ഉള്ള സാധനം നമ്മളിലുണ്ട്. 227 ഉണ്ടല്ലേ? അതെ. ഓക്കെ. സംഭവം ഞാൻ പറഞ്ഞില്ല, ഒരു വിപുലമായ ഷോറൂമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഐറ്റം അവൈലബിൾ ആണ്. അത് എത്ര ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഹോൾസെയിൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമ്മളൊരു 10 പീസ് 20 പീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റോക്ക് ഇല്ല, അത് വേറെ എന്ന് പറയും. നിങ്ങൾ ഇനി ഒറ്റ അടിക്ക് ഒരു 100 പീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി capability ഉള്ള സ്റ്റോക്ക് ഉണ്ട്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം എത്ര ബ്രാഞ്ച് ഉണ്ട്, അത് അത്ര ബ്രാഞ്ചിലേക്കുള്ള പർച്ചേസ് എങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൊല്യൂഷൻ ഇപ്പൊ എനിക്ക് രഞ്ജിത്ത്, ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡൽഹിയിൽ എക്സ്പോന് പോയി രഞ്ജിത്തെ. ഈ എക്സ്പോന് പോയ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് ഒരുപാട് ചില മലയാളികള് ഡൽഹിയിൽ ടൂൾസ് പർച്ചേസിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു നടന്ന സംഭവമാണ്. ഒരു മലപ്പുറം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന ഒരു 3 പിള്ളേരെയാണ് ഞാൻ കണ്ടത്. ഈ 3 പിള്ളേരെ ഞാൻ കണ്ട സമയത്ത് ആ പിള്ളേരായിട്ട് ഞാൻ സംസാരിച്ചു. അവർക്ക് എന്നെ അറിയാം, നമ്മൾ ഈ വീഡിയോ എല്ലാം കാണുമല്ലോ, എന്നെ അറിയാം. അപ്പൊ അവര് സംസാരിച്ച സമയത്ത് അവര് നാട്ടിൽ നിന്ന് പ്രൈസ് എടുത്തു, ഇവിടുന്നും പ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡൽഹി വന്ന സമയത്ത് ചെറിയ വ്യത്യാസം പ്രൈസ് റേഞ്ചിലുള്ളൂ. വണ്ടിക്കൂലി അതെ, അല്ല അപ്പൊ അതെന്താ പറയല്, ഇത് നമ്മൾ ഈ സർവീസ് സെന്റർ തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആര് ചെയ്യുന്ന ഒരു മണ്ടത്തരാണ്. കാരണം ഡൽഹി ലെവലിലുള്ള പർച്ചേസ് നമ്മൾ വലിയ സംഭവമാണ്. പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡൽഹിയിലും അവിടെ ഇവിടെ എല്ലാം പോകും. നമ്മൾ ചിലവർ ഫോൺ വഴിയാണ് കാര്യം ചെയ്യുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പല ടെക്നീഷ്യന്മാരുടെ വിഷമം കണ്ട ഒരാളാണ്. കാരണം എന്താ, ഇവര് പുറത്തു പോയിട്ട് 2000 രൂപയുടെ 3000 രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില ടൂളുകൾ, വലിയ ടൂളുകൾ പർച്ചേസ് ചെയ്യും. 2000 രൂപയുടെ കുറവിൽ ഇവർ പർച്ചേസ് ചെയ്യും. കംപ്ലൈന്റ് വന്നാൽ അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഡൽഹിക്കാരെ സ്വഭാവം നിങ്ങൾക്ക് കാണാം. ഒരിക്കലും കുറ്റമായിട്ട് പറയുന്നല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം കംപ്ലൈന്റ് വരുന്നത് വരെയുള്ളൂ എല്ലാ റിലേഷനും, പ്രൈസും എല്ലാം വ്യത്യാസം. കാരണം അപ്പൊ അവര് പറയും ഇങ്ങോട്ട് അയക്കണമെങ്കിൽ പൈസ, അങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ പൈസ, സ്പെയറിന് ഈ ഒരു കംപ്ലൈന്റ് ഇതിൽ പെടൂല എന്നുള്ള പറഞ്ഞ് കോംപ്ലിക്കേറ്റ്. നിങ്ങൾക്ക് അറിയുന്ന ഹിന്ദി കൊണ്ടൊന്നും കഴിയില്ല, നമുക്ക് ഇതൊന്നും നടക്കില്ല. കാരണം ഈ സാധനം കംപ്ലൈന്റ് വന്ന യൂസ് സെന്റർ എന്നുള്ള രീതിയിലാണെങ്കിൽ ഡൽഹിയോ ബോംബെ എവിടെയും പർച്ചേസ്. അപ്പൊ ഞാൻ പറയാ, ഇപ്പോഴും പറയാം, നിങ്ങൾ ഐഫിക്സ് എടുക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് TSP എന്ന് പറഞ്ഞ പാക്കേജ് നിങ്ങൾക്ക് എവിടെയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഐഫിക്സിനെ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ വേണേലും ട്രൈ ചെയ്തോ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ അമിത ലാഭം പ്രതീക്ഷിച്ച് പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. കാരണം എനിക്കറിയാം കണ്ണൂർ എന്നുള്ള ഒരു സ്ഥാപനത്തില് ആൾക്കാര് നമ്മളെ കോൾ ചെയ്യുന്നു. ഇപ്പൊ ഫിക്ടെക്കിന്റെ ഈ നമ്പറിലേക്ക് ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്. അതും നമ്മളെ അടുത്തുള്ള ബ്രാൻഡ് അല്ല, പലരും പല ബ്രാൻഡുകളാണ്. ഇതൊക്കെ ചിലപ്പോൾ വാങ്ങി 3 മാസമായിട്ടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അത് സർവീസോ സപ്പോർട്ടോ ഇല്ല. എനിക്ക് അനുഭവമുള്ള ഒരു സെന്റർ ഉണ്ട്, ഫ്ലെക്സ് ബോണ്ടിങ് മെഷീൻ ആണ് പുള്ളി എടുത്തത്. ഡൽഹിയിൽ നിന്നാണ്, ഡൽഹിയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്നാണ് എടുത്തത്. നിലവിൽ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പുള്ളിന്റെ വിഷമം പറയുന്നതാണ്, സ്പെയർ അവൈലബിൾ അല്ല, അവര് ചൈനയിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരുന്ന പറയാൻ. ഞാൻ വീണ്ടും പറയാം, ഐഫിക്സിൽ എന്തുകൊണ്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, ഇവര് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരല്ല, ഇവര് ഡയറക്റ്റ് ചൈനയിൽ ചൈനയിൽ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഇടനിലക്കാരെന്നല്ല, ഡയറക്റ്റ് ഫാക്ടറിയാണ് നമ്മൾ സാധനം വരുന്നത്. അപ്പൊ അതിന്റേതായുള്ള സപ്പോർട്ടും നമുക്കുണ്ട്. അതുകൊണ്ട് മലയാളി ടെക്നീഷ്യന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഉപദേശമാണ്, നിങ്ങള് എവിടെ പോകുന്ന മുന്നേ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ, നിങ്ങൾ പുറത്തു പോകുന്ന മുന്നേ ക്വാണ്ടിറ്റി പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഐഫിക്സിന്റെ സ്റ്റോർ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ പ്രൈസ് റേഞ്ച് പറഞ്ഞുതരും. യഥാർത്ഥ പ്രൈസ് റേഞ്ചും ആഫ്റ്റർ സപ്പോർട്ടും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ഇത്രയും വലിയ ഷോറൂം, 3000 സ്ക്വയർ ഫീറ്റുള്ള ഷോറൂം കേരളത്തിലില്ല. എനിക്കറിയാം കേരളത്തിലില്ല. നിങ്ങൾ എവിടെ ഉണ്ട് നിങ്ങൾ കമന്റിൽ വന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതേപോലെ ഇത്രയും ഹോൾസെയിലിന് വേണ്ടി ഇത്രയും വലിയ സ്പേസ് അറേഞ്ച് ചെയ്ത് അതും ഇത്രയും പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആക്കിയ ഒരു സ്ഥാപനം കേരളത്തിലുള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും പോയി മണ്ടത്തരത്തിൽ ചാടരുത്. ഇതൊരു ഉപദേശമാണ്. കാരണം ഒരുപാട് ടെക്നീഷ്യന്മാരെ എക്സ്പീരിയൻസ് എന്നാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ രഞ്ജിത്തെ, ഇപ്പൊ നമുക്ക് PPD നമുക്ക് ഇപ്പൊ 183 ആണെങ്കിൽ ലൈഫിന്റെ വരുന്നുണ്ട്. ഓക്കെ. എനിക്ക് 183 ഇതാണ് വേണ്ടത്, ഇത് മെക്കാനിക് വേണ്ട. കാരണം മെക്കാനിക് ആണ് ഞങ്ങൾ അവിടെ സർവീസിനും ട്രെയിനിങ് പർപ്പസിനും എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ചിലവർക്ക് മെക്കാനിക്കലി പറ്റാത്തവരുണ്ടാവും. അതെ, അല്ല ഈ മെക്കാനിക് 183 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് ബ്രാൻഡിലും കൂടി ഒരു അല്ല, ഇതിൽ എന്താണെന്ന് അറിയാം, ഈ മെക്കാനിക്കിന് തന്നെ കോപ്പി അവൈലബിൾ ആണ്. അതുകൊണ്ട് ചിലവർ ആ മെക്കാനിക് ഒലക്ക അത് വലിയ പോരാ, അത് പ്രോപ്പറായിട്ട് റീബോളിങ് നടക്കൂല, അത് അങ്ങനെയാണ്, ഇത് വെറുതെ മെക്കാനിക്കൊന്നും പൈസ തരാനുള്ള സാധ്യത ഒന്നുമില്ല. ഇനി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സാധ്യത നിങ്ങൾ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് മെക്കാനിക്കിന് അയച്ചു കൊടുത്തിട്ട് വല്ല പൈസ കിട്ടുന്ന പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50-50 എടുക്കാം. അപ്പൊ ഒരിക്കലും ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വന്നത് ഐഫിക്സിന്റെ
ഒരു സ്റ്റോറിൽ വന്നിട്ടാണ് വേറൊരു ബ്രാൻഡിനെ പറ്റി പറഞ്ഞത്. വേണമെങ്കിൽ ഇതൊക്കെ ഇവരെ ബ്രാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. പക്ഷെ ഇവര് വന്നാലും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ അവിടെ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ഒരാളാണ് നിങ്ങൾ കാണും, ഞാൻ വന്ന സമയത്തും ഇവരെ ബ്രാൻഡിനെ ഇവർ വലിയ വൗ ആയിട്ട് കാണിച്ചിരുന്നില്ല. ഇവർ അതർ ബ്രാൻഡ്, അതായത് നമ്മള് ആൾക്ക് എന്താണ് യൂസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു ബ്ലോവർ കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, ഇപ്പൊ പ്രൈസ് വേണ്ടി വിളിക്കുന്നത്. നമുക്ക് ഈ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ആൾക്കാരുടെ റിക്വയർമെന്റിനനുസരിച്ചാണ് ഈ പ്രൈസും ബ്രാൻഡും എല്ലാം വ്യത്യാസം വരുന്നത്. അതിന് നമുക്ക് ഒരു ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ ടെക്നീഷ്യന്മാർക്കും അത്യാവശ്യം ടൂളും കാര്യങ്ങളെല്ലാം നല്ല ഏതാണെന്നൊക്കെ അറിയാം. അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ഇൻജെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല പ്രൈസിൽ നല്ല സപ്പോർട്ടോട് കൂടി കിട്ടാൻ നിങ്ങൾക്ക് ഐഫിക്സിലേക്ക് വരാം. അപ്പൊ എനിക്ക് മെക്കാനിക്ക് മതി, മെക്കാനിക്കിന്റെ ഒരു 10 എണ്ണം വേണം. ഒരു 10 എണ്ണം ഉണ്ടാവൂലേ? നിങ്ങൾ കണ്ടാ കാണും, എല്ലാത്തിന്റെയും സ്റ്റോക്ക് എന്നെല്ലാം പറഞ്ഞല്ലോ, നല്ല കളക്ഷൻ ആണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത സെഗ്മെന്റ് രഞ്ജിത്തെ. അപ്പൊ ഇനി എനിക്ക് ബാക്കി പർച്ചേസിന് എനിക്ക് നാളെ വരാമെങ്കിലും, കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് എന്റെ ടൈം, കാരണം എന്റെ ഡ്യൂട്ടി ടൈം ആയി ഏകദേശം. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ നാളെ വന്നാൽ എനിക്ക് ബാക്കിയുള്ള കാര്യം ഒന്ന് എടുത്താൽ ഓക്കെ. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് പർച്ചേസ് 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ടൈം വളരെ വിലപ്പെട്ടതാണ്. പറയാം, എനിക്കും എന്റേതായുള്ള ഡ്യൂട്ടി ഉണ്ട്, രഞ്ജിത്തിനും തിരക്കുണ്ട്. രഞ്ജിത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ഈ വീഡിയോ തീർച്ചയായും ഈ പറഞ്ഞ ഒരു സർവീസ് ചാനലിലേക്ക് വേണ്ട എല്ലാ ടൂൾസിന്റെയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചാനലിൽ, നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമോ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊരു സർവീസ് സെന്റർ തുടങ്ങാനോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. അത് മാത്രമല്ല, താഴെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടൂൾസിനും വേണ്ടിയുള്ള എൻക്വയറി നടത്താം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രഞ്ജിത്തെ ടൂൾസിന്റെ സർവീസിനെ കുറിച്ച് ഒന്ന് പറയാം. സർവീസ്, അതെ, നമ്മൾ 2 ഓപ്ഷനാണ്. ഒന്ന് സർവീസ്, ടൂൾസിന്റെ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബ്രാൻഡ് ആയിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ടൂളോ എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഫ്രഷ് ആയിട്ട് പുതിയൊരു ബ്രാൻഡ്, അത് ഇന്ന ബ്രാൻഡ്, സുഗോണോ ക്യുക്കോ ഐഫിക്സോ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും അതിന് നമ്മൾ 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് TSP എന്ന് പറയുന്നത്. ആ പാക്കേജ് ഉൾപ്പെടുന്നുണ്ട്. ഏതിനു വേണമെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട്. അപ്പൊ നിലവിൽ നമ്മളടുത്തുള്ള ടൂള് കംപ്ലൈന്റ് ആയാലോ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് സർവീസ് ഉണ്ട്. അപ്പൊ ഔട്ട് ഓഫ് വാറന്റി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ടൂളിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്ത് തരുന്നതാണ്. താഴെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഉപയോഗിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആണ്. അപ്പൊ ഇതിന്റെ അടുത്ത വേർഷൻ ഞാൻ നാളെ വരുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. എനിവേ ബൈ. ഓക്കെ, താങ്ക് യു.